നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് നമ്മളെ ചികിത്സയുടെ കാര്യം കുറിച്ച് പറഞ്ഞിരുന്നു. അതെല്ലാം പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ അത് സമയം ഒരുപാട് എടുക്കുന്നതുകൊണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനാണ് അതിൻ്റെ. അങ്ങനെ നമ്മളുടെ ഈ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഒടിവ്, ചതവ്, ഉളുക്ക്, തേയ്മാനം, പിന്നെ എലുമ്പ് സംബന്ധമായ, നരമ്പ് സംബന്ധമായ, മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് പറയാം. എലുമ്പ് സംബന്ധമായ രോഗങ്ങളും പിന്നെ നരമ്പ് സംബന്ധമായ രോഗങ്ങൾക്കും നമ്മളെ വൈദ്യശാലയിൽ ചികിത്സിച്ച് അത് സുഖപ്പെടുത്തി കൊടുക്കും. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ചികിത്സ. ഈ ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേഷനൊക്കെ വേണ്ടി വച്ചിരിക്കുന്നത് മാത്രം നമുക്ക് ചികിത്സിച്ച് അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നമ്മളെ അടുത്ത് ചികിത്സ താല്പര്യം വരുന്നവർ ആദ്യം മുൻകൂർ ഇതിലെ നമ്പർ തരും. ആ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷമേ എന്നെ കാണാവൂ. അല്ലെങ്കിൽ എന്നെ സമയത്ത് കിട്ടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 100 കൂട്ടം കാര്യങ്ങളായിരിക്കും. ഒന്ന് ചികിത്സ സമയമായിരിക്കും ചികിത്സിച്ചുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രമാണ് ഈ ഒരു വീഡിയോ പോലും നമ്മൾ ചെയ്യുന്നത്. കാര്യം അതല്ലാതെ നമുക്ക് കുറച്ച് തിരക്കുള്ളത് അതാണ്. പിന്നെ ബാക്കിയുള്ളത് പിന്നെ മരുന്നെടുക്കാൻ പോകും. ഇങ്ങനെ ഒരുപാട് ജോലികൾ ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ ഇതിൽ പിന്നെ ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മളെ അടുത്ത് വരുന്നവരെന്ന് പറഞ്ഞാൽ സാധാരണക്കാർ ശരിക്കും വരാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളടുത്ത് ചികിത്സിക്കാൻ മുതലാകില്ലെന്ന് പറഞ്ഞാൽ മറ്റേ ഇവരെല്ലാം വിചാരിക്കുന്നത് ചെറിയ ചികിത്സയിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാറ്റിക്കളയുമെന്നാണ് അവർ. അത് ഒരിക്കലും നടക്കാൻ പോണില്ല. ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും യഥാർത്ഥ ചികിത്സയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് നല്ല കുറച്ച് പൈസ ചിലവുണ്ട്. നമ്മൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ 21 ദിവസം, പിന്നെ 41 ദിവസം, 3 മാസം അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. ഓരോ അസുഖത്തിനെ കുറിച്ചാണ്, ഓരോ അസുഖത്തിൻ്റെ കാരുണ്യത്തിനനുസരിച്ചാണ് നമ്മളുടെ ഇതിൻ്റെ ചികിത്സാ രീതി. അതുകൊണ്ട് രണ്ടാമത് ഉടനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തീർക്കുന്ന പരിപാടിയൊന്നും തീർക്കാനൊന്നും കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ തീർക്കാൻ നിങ്ങൾക്ക് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല. അഥവാ ചെയ്യുന്നതെന്ന് പറയണമെങ്കിൽ അതെല്ലാം ഈ പറഞ്ഞ അവർ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾക്ക് ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നന്മയുണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലായി? നമ്മളെ അന്വേഷിച്ച് ഇപ്പം ഞാൻ ഒരു മരുന്ന് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരില്ല. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് മരുന്ന് വാങ്ങിക്കുന്ന മരുന്ന് അല്ലെങ്കിൽ ഈ ചികിത്സ ഇപ്പം മരുന്ന് ഞാൻ കച്ചവടം ഇല്ല. മരുന്ന് ഇപ്പോൾ എനിക്ക് അങ്ങനെ തോനെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് നഷ്ടം വന്നതിന് ശേഷം പിന്നെ ഉണ്ടാക്കാറില്ല. അഥവാ നമ്മൾ മരുന്ന് ഉണ്ടാക്കി പോലും നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഇത് നിർബന്ധം. കാര്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു സാധനമോ നമ്മൾ അന്വേഷിച്ച് പോയി കണ്ടെത്തിയാൽ മാത്രമേ നല്ലത് കിട്ടത്തുള്ളൂ. ഇല്ല നമ്മൾക്ക് ഇങ്ങോട്ട് ആര് ഓഫർ ചെയ്യുന്നു അല്ലാതെ ഇങ്ങോട്ട് നമുക്ക് ഇപ്പോൾ എല്ലാവരും ഓൺലൈനിൽ മരുന്ന് വാങ്ങാനാണ് നിൽക്കുന്നത്. ഒരു കാരണവശാലും ഓൺലൈനിൽ മരുന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകാൻ പോലില്ല. അതിന് ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഉള്ള കാര്യം പറയാം. ഉള്ളിൽ കഴിക്കുന്ന മരുന്ന് ഒട്ടും വാങ്ങരുത്. മരുന്ന് ഐറ്റത്തിൽ ഉള്ളിൽ കഴിക്കുന്ന മരുന്ന് ഒട്ടും വാങ്ങരുത്. കാരണം ഓൺലൈനിൽ ഒരു കാരണവശാലും വാങ്ങരുത്. കാരണം എന്ന് വെച്ചാൽ അതിനെ ഞങ്ങൾക്ക് കാര്യം പറഞ്ഞു തരാം. എല്ലാം ഇത് നിങ്ങൾക്കൊരു യഥാർത്ഥ ഒരു ഇതാണ്. ഇത് യഥാർത്ഥ നടന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു പക്ഷേ പിന്നെ ഷുഗറിന് മരുന്ന് വാങ്ങിച്ചു ഓൺലൈനിൽ കഴിക്കാനായിട്ട്. ഇത് യഥാർത്ഥ നടന്ന സംഭവമാണ്. എൻ്റെ ഒരു കസ്റ്റമറാണ് ഓൺലൈനിൽ ഷുഗറിന് അദ്ദേഹത്തിന് ഞാൻ ഈ നരമ്പ് സംബന്ധമായ എലുമ്പ് സംബന്ധമായ രോഗങ്ങൾക്ക് മാത്രമേ ചികിത്സിക്കുന്നുള്ളൂ. ബാക്കിയുള്ള രോഗങ്ങൾക്കൊന്നും നമ്മളിപ്പോൾ ചികിത്സയില്ല, മരുന്ന് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഷുഗറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷുഗറിന് ഒട്ടും ഞാൻ മരുന്ന് കൊടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അത് കൊടുത്താൽ മാറില്ല. ഞാൻ ഒരു ചികിത്സ ചെയ്യണമെങ്കിൽ പൂർണ്ണമായും പിന്നെ മാറണം. അത് എങ്കിൽ മാത്രമേ ഞാൻ മെനക്കെട്ട് ചികിത്സിക്കുള്ളൂ. അല്ലാതെ താൽക്കാലിക ചികിത്സ ഞാൻ ചെയ്യാറില്ല. ഈ ഷുഗറിന് പറയുമ്പോൾ താൽക്കാലികം നമ്മൾ ചികിത്സിക്കുമ്പോൾ കുറയും, പിന്നെ വീണ്ടും വരും. പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ആ അസുഖത്തിന് ഞാൻ മരുന്ന് കൊടുക്കാറില്ല. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചാൽ ആ മരുന്ന് കിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത് വെളിയിൽ ഓൺലൈനിലെടുത്ത് പുള്ളി വാങ്ങിച്ചിരിക്കണം. അറിയില്ലായിരുന്നു. അത് പാവം. അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ എല്ലാവരെ പോലെയും തന്നെ നിങ്ങളെപ്പോലെ തന്നെ അവർക്ക് എളുപ്പം എല്ലാം വീട്ടിൽ കൊണ്ട് തരുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് ഒരു കാരണവശാലും
അത് നിങ്ങളെ ദോഷത്തിനായിരിക്കും അത് അവിടെ വരുന്നത്. കാര്യം അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. പുള്ളി മരുന്ന് വാങ്ങിച്ചു, കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിക്ക് പിന്നെ കൈയെല്ലാം കൈ നരമ്പൊക്കെ കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിച്ചിരിക്കുന്നു, നരമ്പുകളൊക്കെ ഒരുമാതിരി വേദന. അതിങ്ങനെ എൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്തു. ഞാൻ വരാൻ പറഞ്ഞ് വന്ന് കണ്ടപ്പോഴേ കാണാം ഇദ്ദേഹം എവി ഡോസ് മരുന്നാണ് കഴിക്കുന്നത്. എവി ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇതാണ്, നമ്മൾ ഓൺലൈനിൽ മരുന്ന് വാങ്ങുന്നതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു തരാം. ഇതെല്ലാം നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത കാര്യം, ഇതൊന്നും ആരും ഇന്നത്തെ കാലത്ത് പറഞ്ഞു തരില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന് ആശുപത്രിയിൽ പോയി ഡോക്ടർ, അതായത് ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രം മരുന്ന് വാങ്ങുക, അല്ലാതെ ഓൺലൈനിൽ ഒരു കാരണവശാലും വാങ്ങുക. അതിൻ്റെ പ്രത്യേകത ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഞാൻ അതിൻ്റെ ഓപ്പൺ കാര്യം. കാരണം എന്താണെന്ന് അറിയാമോ, ഈ സാധനം ഇപ്പം നിങ്ങൾ വയസ്സ് നോക്കിയോ പ്രായം നോക്കിയോ ഒരു മരുന്ന് കൊടുക്കാൻ പറ്റില്ല. അത് യഥാർത്ഥ ഒരു വൈദ്യൻ എന്ന് പറയുന്നത്, യഥാർത്ഥ ഈ പഠിച്ചിട്ടുള്ളവർ അതിൻ്റെ അനുസരിച്ച് നമ്മൾ മരുന്ന് കൊടുക്കണം. നമ്മൾ ആദ്യം ഒരാളുടെ ശരീരക്കൂറ് നോക്കണം, അവരനുസരിച്ച് അതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന മരുന്ന്. ഞങ്ങൾ ഈ പിന്നെ പാക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു സ്ഥലത്തും കൊടുക്കൂല, കൊടുക്കാൻ പറ്റൂല. അത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആളിന് ചെറുതായിരിക്കും, വയസ്സിന് പിന്നെ 60-70 വയസ്സായിരിക്കും. ആളിന് നല്ല ആമ്പേറുള്ള ഒരുത്തനായിരിക്കും. അയാൾക്കും പിന്നെ ഈ പറഞ്ഞ കണക്കിന് വലിയ നല്ല തടിയൊക്കെ ആമ്പേറുള്ള ഒരുത്തനക്കായിരിക്കും. അവനും ഈ പറഞ്ഞ കണക്കിന് തന്നെയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, പ്രായം അനുസരിച്ചാണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ഒരു പ്രായം അവർക്ക് എന്താ പറയണ എന്താ പറയണ ഈ മരുന്ന് എന്ന് പറയുന്നത് ഇതാണ്. അവർക്കൊരു പിന്നെ ഒരു ഉദ്ദേശ കണക്കനാണ് അവർ മരുന്ന് തന്നെ. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അലോപ്പതി മരുന്നായാലും ആയുർവേദ മരുന്നായാലും നിങ്ങളുടെ കിഡ്നിയിലും കമ്പ്യൂട്ടറിലും അടിച്ചു പോകുന്നതിൻ്റെ കാരണം ഞാനിപ്പോൾ പറഞ്ഞു തരാം. നിങ്ങൾ വാങ്ങിക്കുന്ന മരുന്ന് നിങ്ങൾ കൃത്യമായ അളവല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര മില്ലിയാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു കണക്കുണ്ട്. അത് ഒരു വൈദ്യൻ, നല്ല പഠിച്ച ഒരു ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യൻ എന്ന് പറയുന്നത് അവർ നമ്മൾ നിശ്ചയിക്കും. നിങ്ങളുടെ ശരീരത്തിന് എത്ര മരുന്നാണ്, എത്ര മില്ലി ഗ്രാമാണ് നിങ്ങൾക്ക് അതിൻ്റെ അളവ് കൊടുക്കേണ്ടത്, അത് നിങ്ങൾക്ക് കഴിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യമുണ്ട്, എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ പറ്റുമോ? ചിലർ കൂടുതൽ കഴിക്കും, ചിലർ കുറച്ച് കഴിക്കും. അത് കണക്കാണ്. നമ്മളെ ശരീരത്തിന് നമ്മുടെ ശരീരം ഡൈലോട്ടാവുന്ന സാധനമേ നമുക്ക് മരുന്നായാലും ഭക്ഷണമായാലും എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ഇത് പെട്ടെന്ന് ബാധിക്കുന്നത് കരളിലാണ്. കരൾ കഴിഞ്ഞാൽ കിഡ്നി. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം. ഈ മരുന്ന് നേരെ ചെല്ലുന്നത് നമ്മൾക്ക് കരൾ ബാധിക്കും. ഈ കരൾ ബാധിച്ച് പുള്ളി ഇവിടെ വന്ന്, ഞാൻ ഈ പറഞ്ഞ ആൾ വന്നപ്പോൾ ഈ നരമ്പെല്ലാം പിന്നെ ഇതായി, അത് അങ്ങ് അറ്റം പറ്റി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സീരിയസ് കണ്ടീഷൻ. എന്ത് പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് അറ്റം പറ്റിയാണ് ഇവിടെ വന്നത്. അദ്ദേഹത്തിന് ഒറ്റ വയ്യ, ക്ഷീണ. പക്ഷേ എന്തുകൊണ്ട് ഈ ക്ഷീണ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായി എന്നുള്ളത് പുള്ളി കണ്ടുപിടിക്കാൻ പറ്റില്ല. പുള്ളി നേരെ അവന്മാർ പിന്നെ 3 നേരത്തേക്ക് എന്തൊക്കെയോ മരുന്നുകൾ കഴിക്കാൻ പറഞ്ഞ് അവന്മാർ പറഞ്ഞു കൊടുത്ത് ആളിനെല്ലാം വായിച്ചു കൊടുത്തു. പുള്ളി അതുപോലെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്യുന്ന തോറും ഇദ്ദേഹത്തിൻ്റെ സർവത്ര ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണ് വരെ വെളുത്തുപോയി. ഞാൻ കണ്ണ് വെച്ചാണ് ഞാൻ അദ്ദേഹത്തിന് കണ്ടുപിടിച്ചത് ഇത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാൻ കാര്യം, ഈ കണ്ണ് വെളുത്തിരിക്കുകയാണ്. കണ്ണ് വെളുത്ത രോഗം ഗുരുതരമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം അത് വൈദ്യന്മാർക്ക് അറിയാം, വൈദ്യന്മാരോ ഡോക്ടർമാർക്കൊക്കെ അറിയാം ഓരോരോ ലക്ഷണങ്ങൾ. അത് കണ്ട ഇദ്ദേഹം അങ്ങ് അറ്റം പറ്റിയിരിക്കണം. പക്ഷേ ഇതൊക്കെ അദ്ദേഹത്തിന് അത് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ എന്ത് മരുന്നാണ് പുള്ളി പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഓൺലൈനിൽ മരുന്ന് വാങ്ങിച്ച് കഴിക്കണം. അപ്പോഴാണ് മനസ്സിലാക്കിയാൽ ഞാൻ ആ മരുന്ന് ഒന്ന് നിർത്തുക, ഇന്ന് മുതൽ മരുന്ന് നിർത്തിയിട്ട് പിന്നെ ബാക്കിയുള്ള എൻ്റെ ചികിത്സയും ആ മരുന്ന് നിർത്തിയിട്ട് പിന്നെ എൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഈ പറഞ്ഞ കണക്കിന് അദ്ദേഹത്തിൻ്റെ ജീവൻ എനിക്ക് പ്രത്യേകിച്ച് പഴയ ആരോഗ്യത്തിൽ കൊണ്ടുവരാൻ കഴിയും. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കിന് അറ്റാക്കാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പോവും. ഇവരാരും അറിയുന്നില്ല. സാധാരണ നമ്മളിപ്പം കേൾക്കുന്നത് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇത് സാധാരണ വരുന്നത് അറ്റാക്കെല്ലാം ഇതെല്ലാം ഓരോ കാരണം കൊണ്ട് വരുന്നതാണ്.
ഈ കരൾ പിന്നെ രോഗം വരുന്നതെല്ലാം ഓരോ കാരണം കൊണ്ട് വരുന്നതാണ്. ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ ഹെവി ഡോസ് ആകുമ്പോഴത്തേക്ക് വരുന്നതാണ്. കിഡ്നി കംപ്ലൈൻറ്റ് ഇതെല്ലാം വരുന്നത് നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളിലെ കുറിച്ചാണ് ഈ സാധനങ്ങൾ ഈ കംപ്ലൈൻറ്റൊക്കെ വരുന്നത്. ഈ ഷുഗർ രോഗി, സാധാരണ ഷുഗർ ഉള്ളവർക്ക് ഷുഗറിന് മരുന്ന് കഴിക്കുമ്പോൾ പല പല രോഗങ്ങളുണ്ടാവുന്നുണ്ട്. അതെല്ലാം ഈ മരുന്നിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ കാര്യം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഒരു അതിൻ്റെ അളവ് ഇവർക്ക് എത്ര അളവ് കൊടുക്കണം എന്നുള്ളൊരു കൃത്യനിഷ്ഠ ഇല്ലാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങളിത് യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വിദഗ്ധന്മാരെ ഡോക്ടറെ അടുത്ത് പോവുക, നിങ്ങൾ മരുന്ന് വാങ്ങിക്കുക. നിങ്ങൾ മരുന്ന് ഉള്ളിൽ കഴിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അളവ് കൃത്യമായിട്ട് നോക്കുക. കാര്യം നിങ്ങൾ പല പല സൈസിലിരിക്കും ആൾക്കാർ. ഇപ്പം ഞങ്ങൾ അതാണ് നേരിട്ട് കാണാതെ ഒരു മരുന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആളിൻ്റെ വണ്ണം വലിപ്പം ഇതൊക്കെ പല പല സൈസാണ്. അവരുടെ ആമ്പേരനുസരിച്ച് നമ്മളിവിടെ ഡോസ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതിൻ്റെ മരുന്നിൻ്റെ അളവ് എടുക്കാൻ പറ്റുള്ളൂ, അളവ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ മരുന്നുണ്ടാക്കുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഒരു രോഗിയെ കാണാതെ ഒരു കാരണവശാലും മരുന്ന് കൊടുക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ മരുന്ന് അയച്ചു കൊടുക്കാൻ പറ്റില്ല ആർക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എൻ്റെ മരുന്നിനല്ല ആരെ മരുന്ന് അയച്ചു കൊടുക്കാൻ പറ്റില്ല, അത് വേറൊരു സത്യം. ഇവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു മരുന്നെന്ന് പറഞ്ഞ് കോമൺ ആയിട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൂടെ പിന്നെ ഇപ്പം ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ അത് വരുന്നതെന്ന് വെച്ച്. അപ്പം അല്ലാതെ ഈ പറഞ്ഞ കണക്കിന് ശരിക്കും ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് കഴിക്കുന്നവർക്കാണ് അതിൻ്റെ ഗുണം വരുന്നത്. ദയവ് ചെയ്ത് ഈ മരുന്ന് ഐറ്റങ്ങൾ ഓൺലൈനിൽ ഉള്ളിൽ കഴിക്കണം മരുന്ന്, പ്രത്യേകിച്ച് പുറത്ത് പറഞ്ഞതിൽ ഒന്നും ഗുണമില്ല. അത് നിങ്ങൾക്ക് ഗുണമുണ്ടായിട്ടല്ല അവർ അയച്ചു തരേണ്ടത്. ഒരു സാധനം, ഒരു മരുന്ന് നിങ്ങളെ വീട്ടിൽ എത്തിക്കണമെന്ന് പറഞ്ഞാൽ അത് അവരുടെ ബിസിനസ്സാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നന്മ അല്ല, നിങ്ങൾക്ക് ദോഷമേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ പൈസ പോകുന്നതല്ല വിഷയം, നിങ്ങളുടെ ശരീരത്തിന് ദോഷം ഉണ്ടാവും. ദയവ് ചെയ്ത് ഈ ഉള്ളിൽ കഴിക്കുന്ന മരുന്ന്, ഇപ്പോൾ ഈ പറഞ്ഞ കണക്കിന് മറ്റേ ഈ നാടി തളർച്ചയ്ക്ക് മറ്റേ മരുന്ന് തേങ്ങയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവണ്ണും ഈ ഓൺലൈനിലാണ് മരുന്ന്. ഇത് വാങ്ങിച്ച് കഴിക്കരുത് ദയവ് ചെയ്ത്. ഒരുപാട് പേര് അറ്റാക്ക് വന്ന് ചാകുന്നതിൻ്റെ കാരണം ഇതാണ്. ഇല്ലെങ്കിൽ കരളിന് മുമ്പ് അടിച്ചു പോകുന്നതിൻ്റെ കാരണം ഇതാണ്. ഇത് യഥാർത്ഥ കാര്യമാണ്, ഞാൻ കള്ളമല്ല പറയുന്നത്. നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊന്നും ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ അറിഞ്ഞുകൂടാതെ കൊണ്ട് അവർ നടത്തുന്നത്. ഇപ്പം തന്നെ ഞാൻ എൻ്റെ കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇത് കണക്ക് എപ്പോഴും കൂടിപ്പോയ ഒരാഴ്ച, മനസ്സിലായില്ല, അത്ര കണ്ടീഷനിലെത്തി അദ്ദേഹം. അത് നമ്മൾ പറഞ്ഞുകൂടാ, അത്ര ഉള്ള ഒരു ഇതാണ്. ആ രീതിയിലാണ് എൻ്റെ അടുത്ത് വന്നത് സംഭവം. അപ്പോൾ ഇദ്ദേഹം അറിയുന്നില്ല, ഇദ്ദേഹം അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണക്ക് ഈ ഷുഗറിനോ ഈ മറ്റേ സംഭവമാണോ അതെന്താണ് ഈ പിന്നെ ചിലർക്ക് ഈ ആരോഗ്യക്കുറവുകൊണ്ട് നാഡി പൊങ്ങനില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള മരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ ഓൺലൈനിൽ ഈ പാക്ക് വരുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മരുന്ന് കഴിക്കണമെങ്കിൽ നമ്മളുടെ ട്രീറ്റ്മെൻറ്റായിട്ട് ഇത് നമുക്ക് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടോ ആ കംപ്ലൈൻറ്റ് യഥാർത്ഥ കംപ്ലൈൻറ്റ് കണ്ടതിന് ചികിത്സിച്ചാൽ മാത്രമേ ആ രോഗം സുഖപ്പെടുത്തുള്ളൂ എന്ന്. അല്ലാതെ ഒരു കാരണവശാലും ഇത് ഹെവി ഡോസ് മരുന്നാണ് നമ്മൾ അയച്ചു വെച്ചാണ് കൊടുക്കുന്നത്. ഇത് അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്കിന് ഈ നാഡീനരമ്പ് പ്രവർത്തിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ നാഡീനരമ്പുള്ള അങ്ങ് വലിയ ദോഷത്തിൽ മാറും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ബിസിനസ്സിൻ്റെ ഭാഗമാണ് അവർ ചെയ്യുന്നത്. ഇത് ഹെവി ഡോസ് മരുന്നാണ്. ഇത് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് രോഗങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥ ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ ആണ്. ഇതിൽ ഞാനൊന്നും കള്ളം കവടം പറയുന്നതല്ല, യഥാർത്ഥ സത്യമാണ് പറയുന്നത്. ഇതിന് നിങ്ങളെപ്പോലെ ഉള്ളവർ നിങ്ങൾ കാണുകയും ചെയ്യും. മറ്റുള്ളവർ അറിഞ്ഞുകൂടാതെ ഒരുപാട് പേര് ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഇത് എനിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല, ശരിക്കും ഇത്തരം ഇൻഫർമേഷൻ ജനങ്ങൾക്ക് എത്തണം. കാര്യം ഒരുപാട് പേരുടെ ജീവിതമാണ് പോകുന്നത്, നിസ്സാര കേസല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങളുടെ ജീവിതമാണ് മറ്റുള്ളവർ വെച്ച് ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് എന്നെപ്പോലെ ഉള്ളവർ ഇതിലെ മനസ്സിലാക്കുന്നതുകൊണ്ട് എനിക്ക് വളരെ വേദന കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഇതൊക്കെ നിങ്ങൾ കാണണമെങ്കിൽ കണ്ടിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് എത്തട്ടെ, മറ്റുള്ള എല്ലാവർക്കും ഇത് മനസ്സിലാവട്ടെ. ഇതിപ്പോൾ ഈ മരുന്ന് ഐറ്റം ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിൽ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു വൈദ്യനെയോ അല്ലെങ്കിൽ വൈദ്യനെ കാണണമെന്ന് പറയുന്നില്ല. കാര്യം സത്യസന്ധത വൈദ്യം ഇപ്പോൾ വളരെ കുറവാണ്. അത് വേറൊരു സത്യം. നല്ല വിദഗ്ധമായ ഡോക്ടറെ കണ്ട് നിങ്ങൾ മരുന്ന് വാങ്ങിച്ച് കഴിക്കുക.
ഈ പ്രശ്നങ്ങൾക്ക് കംപ്ലീറ്റ് ഡോക്ടർമാരുണ്ട്, അതിന് വിദഗ്ധന്മാരുണ്ട്, നല്ല പഠിച്ചിട്ടുള്ളവരുണ്ട്. അവരെ പോയി കണ്ട് നിർദ്ദേശത്തിൽ നിങ്ങളത് വാങ്ങിച്ചാൽ നിങ്ങൾക്കത് ഗുണവും ഉണ്ടാകും, അതിനുണ്ടായ ദോഷങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്കല്ലെങ്കിൽ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ മരുന്ന് ദോഷം ഉണ്ടാക്കിയിട്ടുള്ളത്. അവർക്ക് അത് നോക്കിയിട്ടേ അവർ ചെയ്യുള്ളൂ. അപ്പം ഞാൻ വെളിയിൽ ഒരുത്തൻ്റെയും മരുന്ന് വാങ്ങിച്ച് വെച്ച് വയ്ക്കില്ല. ഞാൻ ഇപ്പോൾ ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ കമ്പനിക്കാരൻ്റെ മരുന്നാണ് എഴുതി കൊടുക്കുന്നത്. അത് അവരുടെ അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒരു കാരണവശാൽ ഇങ്ങനെയുള്ള മരുന്നുകൾ ചെയ്യില്ല. ഞാൻ ഒറിജിനലിൽ ഞാൻ മരുന്ന് ചെയ്തല്ലാതെ കൊടുക്കില്ല. ഒരു സാധനം വെളിയിലൊന്നും ഞാൻ പൈസ കൊടുത്തു വേറെ ഒരു തന്നെ വാങ്ങിച്ച് ഞാൻ കൊണ്ടുവന്ന് എന്നെ വിശ്വസിക്കുന്ന രോഗിക്ക് ഞാൻ കൊടുക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പലതും ഇപ്പം ഇല്ല പൈസയാണല്ലോ, പൈസയ്ക്ക് വേണ്ടി പലതും ചെയ്യും. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ അത്രയും ഫ്രോഡുകൾ ഇന്നത്തെ കാലത്ത് ഫ്രോഡ് ചെയ്യാത്തവരാർക്കും ജീവിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഫ്രോഡുകൾ ചെയ്താലേ ഇന്ന് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇന്നത്തെ കാലങ്ങൾ. അപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടി പല ഈ ഉടാപ്പുകൾ അവർ ചെയ്യും. അവർക്ക് തന്നെ ഇത് അറിയാം, ഇത് ഉടാപ്പാണ് നമ്മൾ ചെയ്യുന്നത്, ഉടാപ്പാണെന്ന് ഈ എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവർക്കും അറിയാം ഉടാപ്പാണെന്ന്. പക്ഷേ അത് ചെയ്യേണ്ടി വരും. കാര്യം നിങ്ങൾക്ക് ജീവിക്കണ്ടേ. ഇപ്പോൾ എല്ലാവർക്കും പണം ഒരു പ്രധാനമാണല്ലോ. പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം ആയി എന്നാണ് എല്ലാവരുടെയും ധാരണ. ഇത് ഒന്നും ആവില്ല. സത്യത്തിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും നമ്മൾ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു കാരണം ഇത് ഒരു ഇംപ്രമേഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഒരു അപകടങ്ങൾ മനുഷ്യ വരുത്തി വയ്ക്കുകയാണ്. അതുകൊണ്ട് ഇതെന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അളവ് എല്ലാവർക്കും കൂടെ ഒരു അളവാണ് തരുന്നത്. അവർ കോമൺ ആയിട്ടേ ഒരു മെഡിസിനായി ഉണ്ടാക്കുകയുള്ളൂ. ആ കോമൺ മെഡിസിൻ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്കത് ദോഷമുണ്ടാകും. ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അളവ് നിശ്ചയിക്കണം. കൃത്യമായിട്ട് അളവ് നിശ്ചയിച്ചു നല്ല വിദഗ്ധമായ ഡോക്ടറെ അടുത്ത് പോയാൽ അവർക്ക് അറിയാം ഈ ഇത്ര മില്ലിയെ ഇദ്ദേഹത്തിന് കൊടുക്കാവൂന്ന് പറഞ്ഞാൽ ആ മില്ലി വരെ അവർ എഴുതും. പിന്നെ ഇപ്പോൾ ഒരു നിസ്സാര ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഒരു പാരസെറ്റമോൾ എടുക്കുക. പാരസെറ്റമോൾ പിന്നെ 150 മുതൽ 600 വരെ മില്ലിയുണ്ട്. 150 മില്ലി വരെ തുടക്കം ചെറുത് 150 ഇല്ലിருந்து അങ്ങോട്ട് 650 മില്ലി വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അത് കണക്ക് ഇതിൻ്റെ അളവുണ്ട്. ആ അളവ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശരീരം എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഈ അളവ് അനുസരിച്ച് നമ്മൾ മരുന്ന് എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ പറയും പോലെ ഈ മരുന്ന് ഒരു മരുന്നാണെന്ന് പറഞ്ഞാൽ കോമൺ മരുന്ന് നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഓൺലൈനിൽ വരുന്ന മരുന്ന് ഐറ്റങ്ങൾ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കാനിരിക്കരുത്. ശരിക്കും ഞാനിത് യഥാർത്ഥ ഇൻഫർമേഷനാണ് തരുന്നത്. ഇത് ഒരു പക്ഷേ ഞാനിത് പറയുന്നത് മറ്റേ വലിയ ഇവരൊക്കെ ഈ ബിസിനസ്സുകാർക്കൊക്കെ വലിയ ഇതായിരിക്കും. അത് ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ജനങ്ങൾ നന്നായിരിക്കണമെന്നുള്ള ഒരു ചിന്തിക്കുന്ന ഒരാളാണ്. എതിർപ്പ് ഒരുപാട് വരും ഈ പറഞ്ഞാൽ അവർക്ക് അത് വലിയ ഇതായിരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ജനങ്ങൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ നിങ്ങളെ അടുത്തുള്ള ആശുപത്രിയിൽ പോകുക, പിന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മരുന്ന് വാങ്ങുക, കഴിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം നിങ്ങളുടെ ശരീരം എത്രയുണ്ട്, നിങ്ങളുടെ ശരീരത്തിൻ്റെ ആമ്പേര് എത്രയുണ്ടെന്ന് അവർക്ക് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. ഒരു രോഗിയെ കാണുമ്പോൾ തന്നെ ഇവർക്ക് ഇത്ര ആമ്പേരെ കൊടുക്കാവൂ, ഇവർക്ക് ഇത്ര മില്ലിയെ കൊടുക്കാവുന്നുള്ള അളവുണ്ട്. ആ അളവനുസരിച്ച് എഴുതി വയ്ക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിച്ചാൽ നിങ്ങൾക്ക് ദോഷം ഉണ്ടാവില്ല. അല്ലാതെ നിങ്ങൾക്ക് ദോഷം ഉണ്ടാവുന്നതല്ല. ഈ കോമണായിട്ട് ഒരു മരുന്നുണ്ടാക്കി വയ്ക്കാം, അത് നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നത് മരുന്ന് മാത്രം. മരുന്നിനെല്ലാം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. പക്ഷേ എന്നാലും ഉള്ളിൽ കഴിക്കുന്ന സാധനങ്ങൾ ഈ കോമണായിട്ട് ഉണ്ടാക്കുന്ന മെഡിസിൻ കഴിക്കാതെ ഇരിക്കുക ദയവ് ചെയ്തു. അത് ഇതൊരു ഇൻഫർമേഷൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവർക്കും ഒന്ന് മനസ്സിലാകട്ടെ, കണ്ട് എല്ലാവർക്കും ഇതൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും ഇത് ഗുണമാവണം. കാര്യം നിങ്ങളെ തലമുറ നന്നായിരിക്കണം. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ പോകണോ? ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന നന്മ മാത്രമേ കൊണ്ടുപോകുള്ളൂ. നമ്മൾ ചെയ്യുന്ന നന്മയെല്ലാം കൊണ്ടുപോകുന്ന സ്വത്താണ്. ഇത് ഞങ്ങളെ കുറുകുലത്ത് പഠിപ്പിച്ചതാണ് എന്നെ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് ഇന്ന് വരെ നമുക്ക് തെറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇന്ന് വരെ തെറ്റെന്ന് പറയുന്ന സാധനം ചെയ്യാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ തെറ്റെന്ന് പറഞ്ഞാൽ എങ്ങനെ നിയമപരമായ ഉള്ള തെറ്റ് ഞാൻ ഇന്ന് വരെ ചെയ്യാറില്ല. കാരണം അങ്ങനെ എനിക്ക് തിരിച്ചറിവുണ്ട്. ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം പാലിക്കാനായിട്ട് തയ്യാറാണ്. അതനുസരിച്ചാണ് ഞാൻ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം സഹായിച്ച് ഇന്ന് വരെ അങ്ങനെ ജീവിച്ചതുകൊണ്ട് ഇത്രയും കാലം വരെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞ പിന്നെ കുറേ എതിർപ്പ് വരും. കാര്യം നമ്മളായിട്ട് ജീവിക്കുമ്പോൾ ഈ അല്ലാത്തവർ എതിർക്കും. ആ എതിർപ്പിനെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഈ ബിസിനസ്സുകാർക്ക് ഭയങ്കരമായ എതിർപ്പായിരിക്കും.
ഇപ്പോൾ ഒരു നന്മ ചെയ്യുമ്പോൾ ഒരു ഭാഗത്തിൽ ഒരു ദോഷമുണ്ടാവും. ആ ദോഷക്കാർ എന്നെ പ്രാവും, അതിനെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ നന്മ എന്താണ് അത് എടുത്ത് ആൾക്കാർ കൊടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. നന്മ മാത്രമേ ചെയ്യാവൂ എന്നുള്ള ഒരു എൻ്റെ ഒരു ദൃഢനിശ്ചയമാണ്. അല്ലാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ വൈദ്യപരം ഞാൻ ചെയ്യണം. എനിക്ക് ജീവിക്കണമെങ്കിൽ എനിക്ക് വൈദ്യം ചെയ്യേണ്ട എന്തെല്ലാം ബിസിനസ്സുകളുണ്ട്. വേറെ ബിസിനസ് ചെയ്ത് ഞാൻ അന്തസ്ഥായിട്ട് ജീവിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ഒരു ബിസിനസ് എല്ലാ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവനാണ് ഞാൻ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് പണമാണ് ലക്ഷ്യമാണെങ്കിൽ ഞാൻ ഇന്ന് കോടീശ്വരൻ, എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം കോടീശ്വരന്മാർ തന്നെയാണ്. അതിനുള്ള ഒരു സമയം എൻ്റെ കൂട്ടത്ത് വന്നവർ ഇന്ന് വലിയ വലിയ കോടീശ്വരനാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാര്യം ഞങ്ങൾ ഒരുമിച്ച് ഒരു എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുള്ളവർ. ഒരു എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഒരുപോലെ എക്സിബിഷനിൽ പങ്കെടുക്കുന്ന ആളാണ്. എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നമുക്ക് ഒരു ഇത് തരും. നമ്മളെപ്പോലെ ഈ നല്ല ഒറിജിനൽ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ഗവൺമെൻറ് നടത്തുന്ന എക്സിബിഷൻ. സാധാരണ പ്രൈവറ്റ് എക്സിബിഷനിലാണ് ഞങ്ങൾ പോകാറില്ല, ഞാൻ പോകില്ല. എനിക്ക് പിന്നെ ഡി എ ഉള്ള ഒരു എക്സിബിഷൻ ആണെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ. എനിക്ക് പറഞ്ഞാൽ എനിക്ക് ശമ്പളവും അതിൻ്റെ ഇതുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു എക്സിബിഷൻ, നിസാര ഒരു സ്റ്റാൾ ഫ്രീ എങ്കിലും കിട്ടാത്ത ഒരു എക്സിബിഷനിൽ ഞാൻ പോകില്ല. ഇത് പൈസ കൊടുത്ത് സ്റ്റാൾ നടത്തുന്നവരാണ് മറ്റുള്ള എക്സിബിഷൻ, സാധാ പ്രൈവറ്റ്. ഇത് ഞങ്ങൾക്കെന്ന് പറയുന്നത് ഗവൺമെൻറ് ഞങ്ങളെ കൊണ്ടുപോകും. ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുപോകണമെന്നെങ്കിൽ ഞാൻ പോകുള്ളൂ. അങ്ങനെ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഗുണമുള്ള സാധനങ്ങൾ ചെയ്യുള്ളൂ. അത് ആ സാധനങ്ങൾ ഞാൻ അവിടെ വെച്ച് സെയിൽ ചെയ്യും. അതിൻ്റെ പിന്നെ ചികിത്സയാണെങ്കിൽ അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഇതൊക്കെ മാത്രമേ എൻ്റെ ഈ എക്സിബിഷനിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനാണ് ഞാൻ പോകുന്നത് എക്സിബിഷനിൽ. എൻ്റെ കൂട്ടത്തെ എക്സിബിഷനിൽ വന്നവരെല്ലാം കോടീശ്വരന്മാരാണ് എണ്ണത്തെ. എനിക്ക് മനസ്സിലായി. അത് ഞാൻ പറഞ്ഞു തരാം. ഓരോരുത്തരും എനിക്ക് പറയാൻ പറ്റും. അത്ര കോടീശ്വരനായിട്ടുണ്ട്. അത് അവരുടെ രീതി. എൻ്റെ രീതി അങ്ങനെയല്ല. എനിക്ക് പണം മാത്രം ഈ ഭൂമിയിൽ ഞാൻ കൊണ്ടുപോയിട്ട്, പണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇട്ടിട്ട് പോകുന്ന സ്വത്താണ്. ഉണ്ടാക്കാനൊക്കെ പറ്റും, പക്ഷെ അതെല്ലാം നമ്മൾ ഇവിടെ ഇട്ടിട്ടില്ലേ പോകാൻ പറ്റുള്ളൂ. കൊണ്ടുപോകുന്ന സ്വത്ത് വേണ്ടേ? പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകണമല്ലോ. അത് വേണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് എന്നെക്കുറിച്ച് അറിയാനുള്ളവർക്ക് അറിയാം. അത്രയാണ്. അതാണ് എനിക്ക് ഈ നാഷണൽ അവാർഡും ഈ സ്റ്റേറ്റ് അവാർഡൊക്കെ ഗവൺമെൻറ് എനിക്ക് തന്നിട്ടുള്ളത്. ഗവൺമെൻറ് അവാർഡാണ് എനിക്ക് നാഷണൽ അവാർഡ്, ബെസ്റ്റ് അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശ്രീ നരേന്ദ്രമോദി സാറുടെ കയ്യിരുന്ന് എനിക്ക് അവാർഡ് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കാട്ടിൽ എനിക്ക് എന്തൊരു പണം ഉണ്ടാക്കാൻ പറ്റുമോ? ഈ പണം ഉണ്ടാക്കിയവർ ആരും ഇത് വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ പണത്തിന് വേണ്ടി ബിസിനസ് ചെയ്തിട്ടുള്ളവരാരും ഈ അവാർഡ് വാങ്ങിച്ചിട്ടില്ല. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ചെയ്യുന്നത് സത്യസന്ധത വേണം. നമ്മൾ ചെയ്യുന്ന തൊഴിൽ സത്യസന്ധതയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടേണ്ട അർഹത ഉള്ളവർക്ക് തരും. ഇന്ന് ഉള്ള സത്യസന്ധത ഉള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും കൂടുതലുള്ളത്. പണ്ടത്തെ പോലെയല്ല. നാലുമതിക്കാർ ഒക്കെ വളരെ കുറവാണ്. ഇപ്പം ഉദ്യോഗസ്ഥന്മാരിൽ ഞാൻ പറയുന്നത് IAS IPS കാര്യങ്ങളാണ്. ഇപ്പം സാധാരണ ഉദ്യോഗസ്ഥരുണ്ട്, അവരൊക്കെ ഭയങ്കര മണ്ടക്കണമായിരിക്കും, അത് വേറൊരു സത്യം. അതിലിരുന്ന് പിന്നെ ഈ IAS IPS ഉണ്ട്, വലിയ വലിയ ഉദ്യോഗസ്ഥർ. അവരൊക്കെ ഇന്ന് സത്യസന്ധമായിട്ട് നടപ്പാക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഉള്ളവർ ആണ് എന്നെ ഇത്രയും സഹായിച്ചിട്ടുള്ളത്. കാര്യം സത്യസന്ധത ഉള്ളതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ഇതുപോലൊക്കെ വല്ല അവാർഡായാലും നമ്മുടെ എക്സിബിഷനായാലും എല്ലാം ഇതിൻ്റെ അനുസരിച്ച് അവർ ചെയ്യും. അത് ഈ ഉദ്യോഗസ്ഥർ, അത് നമ്മളെ ഗവൺമെൻറ് സത്യസന്ധതയ്ക്കുള്ള ഗവൺമെൻറ്. ഇപ്പോൾ എനിക്ക് തന്നെ ഈ അവാർഡൊക്കെ കിട്ടിയത് നല്ല സത്യസന്ധത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ അവാർഡ് കിട്ടുന്നത്. അല്ലാതെ ഫ്രാഡുകൾക്കൊന്നും ഈ വേറെ എന്തെങ്കിലും ചെയ്ത് ഫ്രാഡായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ അവാർഡ് കിട്ടത്തില്ല. അങ്ങനെ ഇത്രയും വലിയ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയത് ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ മാത്രമേ വിചാരിക്കാവൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാരണവശാലും ഇതിൻ്റെ വീണ്ടും പറയുകയാണ്, ഒരു അഭ്യർത്ഥന കൂടെയാണ്. നിങ്ങളും കേൾക്കുക, നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടെ ഇത് പകർന്നു കൊടുക്കുക. കാര്യം മറ്റുള്ളവർക്കും കൂടെ എല്ലാവർക്കും ഇത് എത്തണം. ഈ ഒരു സന്ദേശം, ഈ മരുന്ന് ഓൺലൈനിൽ വാങ്ങരുത് എന്നുള്ള ഒരു സന്ദേശം എല്ലാവർക്കും എത്തണം. കാരണം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വളരെ ദോഷമാണ്. നിങ്ങൾ കൊടുക്കുന്ന പൈസയല്ല പ്രശ്നം. പൈസ ഇന്ന് വരും നാളെ പോകും. പൈസയ്ക്ക് ഏതൊരു പ്രശ്നമല്ല. പൈസയ്ക്ക് വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ പൈസയല്ല പ്രശ്നം, നിങ്ങളുടെ ജീവനാണ് വലുത്. ദയവ് ചെയ്ത് നിങ്ങളെ തൊഴുത് അപേക്ഷിക്കണം, ഈ ഓൺലൈനിൽ എന്നാൽ കോമൺ ആയിട്ട് ഉണ്ടാക്കി വരുന്ന ഒരു മരുന്ന് വാങ്ങരുത്.
കോമൺ ആയിട്ടുള്ള മരുന്ന് ഐറ്റം കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് ഒരു കാരണവശാലും വാങ്ങുകയും ചെയ്യരുത്. കോമൺ ആയിട്ട് ഞാൻ ബിസിനസ്സുകാർ അങ്ങനെ ചെയ്യൂ. കോമൺ ആയിട്ട് ഉണ്ടാക്കിയിട്ട് അത് എല്ലാവർക്കും കൊടുക്കും. അത് ഒരിക്കലും നിങ്ങൾ ബിസിനസ്സുകാരാണ് നമ്മൾ നിങ്ങൾ നേരെ ഒരു ആശുപത്രിയിൽ പോയി അതനുസരിച്ച് അവരുടെ സ്റ്റോസ് അനുസരിച്ച് അവരുടെ ശരീരം അനുസരിച്ചാണ് സ്റ്റോസ് നിശ്ചയിക്കുക. അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടറെ ആയാലും വൈദ്യനായാലും മനസ്സിലാക്കാൻ കഴിയും. ഇദ്ദേഹത്തിന് എത്ര ഡോസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരാളിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി ഇത്ര ഡോസേ ഇദ്ദേഹത്തിന് ചെല്ലാൻ പറ്റുള്ളൂ. അതാണ് ആദ്യം ഞങ്ങളൊക്കെ പഠിക്കുന്നത്. കാര്യം ആ ശരീരക്കൂറ് അവരുടെ ശരീരം എങ്ങനെയാണ്, വയസ്സും ഒരു കാര്യവുമില്ല. എല്ലാവരും വയസ്സ് വെച്ചാണ് മരുന്ന് കൊടുക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വയസ്സിൽ ഏതൊരു അർത്ഥവുമില്ല. കാര്യം 20 വയസ്സുള്ള കുഞ്ഞായിട്ടിരിക്കുന്നവരുണ്ട്, ഏറ്റവും വലിയ ആരോഗ്യവാനായിട്ടിരിക്കുന്നവരുണ്ട്, 65 വയസ്സ് 80 വയസ്സായ ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു 5 വയസ്സിൻ്റെ ശരീരത്തിൻ്റെ ആമ്പേരേ കാണുള്ളൂ, അത്രയേ കാണുള്ളൂ. ആ രീതിയിലുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് പ്രായം ഒരു കാരണവശാൽ നിശ്ചയിച്ച് മരുന്ന് ഒരു പക്കം കൊടുക്കാൻ പറ്റില്ല. നമ്മളുടെ ശരീരത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കി ശരീരക്കൂറ് അനുസരിച്ച് മരുന്ന് അളവ് ചെയ്യാവൂ. ആ അളവ് കൃത്യമായിട്ട് ഉണ്ടാക്കുന്നവരെടുത്തിരുന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നല്ല പഠിച്ച ഡോക്ടർക്ക് മനസ്സിലാക്കും ഇദ്ദേഹത്തിന് ഇത്ര മില്ലിയെ കൊടുക്കാവുന്നത്. അവർ അതനുസരിച്ചാണ് എഴുതി വയ്ക്കുന്നത്. വൈദ്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഞങ്ങൾക്ക് വൈദ്യന്മാരാണ്. യഥാർത്ഥ വൈദ്യം ചെയ്യുന്നത് അങ്ങനെയാണ്. ഞങ്ങളുടെ അടുത്ത് രോഗി വന്നാൽ മാത്രമേ മരുന്ന് കൊടുക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഞങ്ങൾ ആരും വെളിയിൽ കൊടുക്കില്ല. അത് ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല, ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോമൺ ആയിട്ടുള്ള ഈ ഉള്ളിൽ കഴിക്കുന്ന മരുന്ന് ഉണ്ടാക്കാൻ പാടില്ല, ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല ഒരു കാരണവശാലും. നമ്മുടെ അടുത്ത് വരുന്നോ അവരനുസരിച്ച് നമുക്ക് കൊടുത്താൽ അവർക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. ഒരിക്കലും നമ്മൾ നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞ് ദോഷം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അത് നിങ്ങളെ ജീവനിൽ വെച്ച് കഴിക്കുന്നതാണ് ഈ കോമൺ ആയിട്ട് മരുന്നുണ്ടാക്കി കൊടുത്ത് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഈ അസുഖങ്ങളൊക്കെ ബാധിക്കുന്നത് ഏറ്റവും വലിയ ദോഷമാണ്. ഇത് ദയവ് ചെയ്ത് നിങ്ങളിത് മനസ്സിലാക്കുക. ഇത് കേട്ടവരും എല്ലാവരും മനസ്സിലാക്കി ഇതുകൊണ്ട് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും കൂടെ ഈ സന്ദേശം എല്ലാവരും കൂടെ എത്തിക്കാൻ നോക്കുക. കാരണം എല്ലാവരും ഒരുപാട് പേര് അത് അറിഞ്ഞുകൂടാതെ തെറ്റ് സംഭവിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഓൺലൈനിൽ അങ്ങ് മരുന്ന് വാങ്ങും. മരുന്നാണ് അത്. അവർ പറയുന്നത് നേച്ചുറലാണ്. നേച്ചുറൽ ഒരു കാരണവശാലും നേച്ചുറൽ സാധനം സൂക്ഷിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നേച്ചുറൽ സാധനം അല്ല ഇത്. നേച്ചുറൽ ആയാൽ അളവുണ്ട്. നിങ്ങൾ ഭക്ഷണമാണ് കഴിയുക. ഭക്ഷണം വിഷമല്ലല്ലോ. ഭക്ഷണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മറ്റുള്ളവർ നിങ്ങളെ വീട്ടിലെ കുടുംബത്തിലെ എല്ലാവർക്കും ഒരേ അളവിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നല്ല സാധനമാണ്, നാച്ചുറലാണ്. പക്ഷേ ഭക്ഷണം നിങ്ങൾ വീട്ടിൽ കഴിക്കുന്നവർ എല്ലാവരും ഒരളവിൽ കഴിക്കാൻ പറ്റുമോ? നിങ്ങൾ ഒരു അളവ് കഴിക്കും, കുഞ്ഞു വേറെ ഒരുത്തർ ഒരു അളവിൽ കഴിക്കും, വലിയവർ ഒരു അളവിൽ കഴിക്കും. അവരവരെ കപ്പാസിറ്റി അനുസരിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഇത് ഈ കണക്കാണ് മരുന്ന്. ദയവ് ചെയ്ത് ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ തൊഴുത് അപേക്ഷിക്കുകയാണ്. കാര്യം എല്ലാവർക്കും ഇത് എത്തണം. ഇതെല്ലാവരും ഇത് അറിയണം. ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ട് ഇതിൻ്റെ പേരിൽ. അത് എല്ലാം മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ഒരു ഇത് തീരുമാനിക്കുക. അതാണ് ഇതിൽ കൂടുതൽ ഞാൻ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും പറയുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ കാര്യം പറയാനുണ്ട്, അത് നമ്മൾ പറയാം. ഈ വീഡിയോയിൽ ഒന്ന് ഇത് കണ്ടിന്യൂ ചെയ്ത് വെച്ചുകൊള്ളുക. നിങ്ങൾക്ക് ക്ലിയറായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും നന്ദി. എല്ലാവരും നന്നായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ശരി ശരി ശരി. ഈശ്വര നന്നായിരിക്കട്ടെ. എല്ലാവരും നന്നായിരിക്കട്ടെ. ശരി. നന്ദി. നമസ്കാരം.